ഹലോ, നമുക്കിന്ന് രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പോൾ ഇന്ന് ആദിക്ക് സ്കൂളിൽ പോകണം. അതുകൊണ്ട് ഞാൻ അവനെ ചോറല്ല ഇന്ന് കൊടുത്തു വിടുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് അവന് ഞാൻ ഫ്രൈഡ് റൈസാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിനാണ് ഉണ്ടാക്കുന്നത്. ഇത് അറിയാത്ത മനുഷ്യർ ചുരുക്കമാണ്. ഞാൻ കണ്ടുപിടിച്ച ഒരു ഡിഷല്ല ഇത്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഒരു സന്തോഷമായിട്ട് കണക്കാക്കി വെച്ചാൽ മതി. ഞാൻ ചെയ്യുന്ന രീതി, എനിക്ക് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുക. ക്യാരറ്റ്, ഉള്ളി, പയറ്, പിന്നെ ഉരുളക്കിഴങ്ങ്. ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ ചൂടാക്കി ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച്, ഞാൻ കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് നെയ്യ് ഉപയോഗിച്ച് പിന്നെ ഈ ക്യാരറ്റും ഉള്ളിയും പയറെന്ന് പറയുന്നത് ഞാനിവിടെ വള്ളിപ്പയർ എടുത്തേക്കുന്നത്. വള്ളിപ്പയറല്ല, മറ്റേ ബീൻസ് പയറാണ് നല്ലത്. എനിക്കില്ലാഞ്ഞത് കൊണ്ട് ഞാൻ വള്ളിപ്പയറാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അത് രണ്ടും കൂടെ വാട്ടിയെടുക്കുക. പിന്നെ അതേ പാനിനകത്തോട്ട് നമ്മൾ ഒരു മുട്ട മറ്റേ ചിക്കി പൊരിച്ചെടുക്കുക. ഉള്ള പാത്രങ്ങളെല്ലാം അഴുക്കാക്കാതെ ഒരു പാത്രത്തിൽ തന്നെ ചെയ്താൽ നമുക്ക് പണി കുറഞ്ഞിരിക്കും. അതാകുമ്പോൾ ഒരു പാത്രം കഴുകിയാൽ മതിയല്ലോ. ഒത്തിരി പാത്രം കഴിയുമ്പോഴല്ലേ, ഒത്തിരി പാത്രം കഴിയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയാൽ. അങ്ങനെ ആ ഒരു മുട്ട പൊരിച്ചെടുത്ത്, മുട്ട പൊരിക്കുകയല്ലല്ലോ, ഇതിനെന്ത് പറയുക, ചിക്കി പൊരിച്ചെടുക്കുക. ചിക്കി പൊരിച്ച് അത് മാറ്റി വയ്ക്കുക. പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് ചിക്കൻ പൊരിക്കാൻ വെച്ചതിനകത്ത് തന്നെ ഞാൻ ആ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് പൊരിക്കുക. അതാകുമ്പം ചിക്കൻ്റെ ഒരു ഫ്ലേവറും അതിനകത്ത് കിട്ടും. വേറെ പാത്രം അഴുക്കാക്കണ്ട, വേറെ എണ്ണയും ചിലവാക്കണ്ട, ഒന്നും വേണ്ടല്ലോ. അതിനകത്ത് കിടന്നത് അങ്ങ് മൂത്തോളും. രുചിക്കൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ മുട്ടയും പൊരിച്ചെടുത്ത്, പിന്നെ ആ പാനിനകത്ത് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു, കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് മൂപ്പിച്ചെടുത്ത്, പിന്നെ നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ആ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി അങ്ങോട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുന്നേ അരി വേവിച്ച് വെക്കണം കേട്ടോ. അരി വേവിക്കാൻ ഞാൻ ബിരിയാണിക്കൊക്കെ വെക്കുന്ന അതേ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അത് ബസുമതി റൈസ് വേവിച്ച് വെച്ചതിന് ശേഷം അത് ഇതിനകത്തിട്ട് ഇളക്കി, നല്ലപോലെ ഇളക്കി, മണ്ടയ്ക്ക് ഇച്ചിരി നെയ്യൊക്കെ തൂകി ഒരടപ്പെടുത്ത് അടച്ചൊരു 10 മിനിറ്റോളം ഞാൻ ഇങ്ങനെ വെച്ച് കുഞ്ഞിന് പൊതി കെട്ടാൻ നേരത്താണ് ഞാൻ തുറന്നത്. 10 മിനിറ്റോളം ഇതിങ്ങനെ അടച്ച് വെച്ചേക്കും. ഞാനിതിന് സൈഡായിട്ട് കൊടുത്ത് വിട്ടത് മറ്റേ ഇതില്ലേ, സോയാ ചങ്ക്സ്, അതാണെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് മസാലയൊക്കെ ചേർത്ത് വറുത്തതും, പിന്നെ ടൊമാറ്റോ സോസും കൂടെ. ഞാൻ ഈ ചോറിനകത്തിലാണെങ്കിൽ സോസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവനങ്ങനെ കഴിക്കാൻ താല്പര്യമില്ല. ഞങ്ങളങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊന്നും പോയി അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ അവന് പിടിക്കത്തില്ല. പിന്നെ അവന് ചോറൊക്കെ കൊടുത്തു, അവൻ പൊതിയൊക്കെ കെട്ടി അവൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങി അവനങ്ങനെ പോവുക. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കയറി പോകണം, ഇവിടോട്ട്, അവൻ്റെ വണ്ടി വരുന്ന ഭാഗത്തോട്ട്. അങ്ങനെ അവനും ചെറിയ കുഞ്ഞും അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞും അവർ മുന്നേ നടന്നു പോകും. ഞാൻ പുറകെ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ഫോണിൽ ക്യാമറയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാനും ഇങ്ങനെ പുറകെ പോവാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾ നടന്നു, കുറച്ച് നടന്നു, പിന്നെ കുറച്ച് നേരം ഞാൻ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് അവൻ അങ്ങ് കയറിപ്പോയി. അപ്പം പിന്നെ ഞാനും കുഞ്ഞും കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവസാനം വരുമ്പോൾ തെറ്റിപ്പോൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബായ്.